ഇന്നാണ് കേട്ടോ കിച്ചേട്ടൻ്റെയും സംഗീതേച്ചിരി മാരേജ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന അമ്മ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഏച്ചിയേട്ടനെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ ബാക്കിലൂടെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഏറ്റവും സ്പെഷ്യൽ ഇവരുടെ ഒരു കോംബോ തന്നെയാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഏച്ചി ക്രിസ്ത്യൻ ഏട്ടൻ ഹിന്ദു ആണ്. പക്ഷെ നമുക്ക് റിലീജിയൻ എന്നൊരു മാറ്റർ അല്ല. കാരണം ഇപ്പൊക്കെ നമുക്ക് കാസ്റ്റിൽ റിലീജിയനിലൊക്കെ വിശ്വസിക്കേണ്ട കാര്യമുണ്ട് തോന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഡിഗ്രി എല്ലാം പഠിക്കുന്ന സമയത്താണ് കേട്ടോ റിലേഷൻഷിപ്പിലായത്. ഏച്ചി ഒരു ടീച്ചറായിട്ടും പോലീസാണ് കേട്ടോ. അതും എടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സക്സസ് ആയിട്ട് ലൈഫിലേക്ക് അവർ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അങ്ങനെ നമ്മളെ റിലേറ്റീവ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താലി കെട്ടാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ താലിയൊക്കെ കെട്ടി എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇവരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്ന ഒരു ദിവസം. താലിയെട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ പരിപാടി ഫോട്ടോഷൂട്ടല്ലേ. ഞാനും കുറേ ഡാൻസും പാട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണിയും പായസമാണ് കേട്ടോ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു അടപ്രഥമനാണെന്ന് തോന്നുന്നു. പക്ഷേ ബിരിയാണി വെച്ചിട്ടാകുമ്പോൾ ഒരുവിധ സൈഡായിന്. എനിക്ക് പൊതുവെ പായസം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കുടിച്ചിട്ടാണ്. കാരണം ബിരിയാണിയും തിന്നു. പിന്നെ നേരത്തെ ഡാൻസും പാട്ടെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. അഭിനയിക്കൂ. അതിൻ്റെ അടുത്ത് ചേച്ചിനോട് ഞാൻ പറയുന്നുണ്ട് കുറച്ച് അഭിനയിക്കും. പക്ഷെ ആളായിരുന്നു അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. അപ്പോൾ അവരങ്ങനെ ഇറങ്ങി. പിന്നെ ഞാൻ കുറച്ച് ദിവസം പോകുമ്പോൾ കരയായിരിക്കും. പക്ഷെ കരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ പക്ഷെ ആ വീട്ടിൽ ആടെ എത്തിയിട്ടാകുമ്പോൾ കരയുന്നെല്ലാം ഉണ്ടായിനി ലാസ്റ്റ് ആകുമ്പോൾ. അതെന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണും. പിന്നെ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ അവർ വിളക്കെല്ലാം എടുത്തിട്ട് കയറി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ചടങ്ങെല്ലാം ഉണ്ട്. അപ്പോൾ ആ ചടങ്ങിനൊക്കെ ആയിട്ട് അവരവിടെ ഇരുന്നോളൂ. നമ്മളെ രണ്ടാൾ കാണാനായിട്ട് എങ്ങനെയുണ്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മളെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങുന്ന ചടങ്ങുണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മളെ റിലേറ്റീവ്സ് എല്ലാം ഇങ്ങനെ അനുഗ്രഹിക്കുന്നതെല്ലാം ഉണ്ട്. പിന്നെ അതും കഴിഞ്ഞിട്ടാകുമ്പോഴൊക്കെ നമ്മളൊരു ചോട്ടുപത്തിൽ വന്നിട്ടുണ്ട്. വേറെ ആരും ചേച്ചീൻ്റെ കുഞ്ഞാണ് കേട്ടോ. അവനിങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് അലമ്പലാക്കുന്നുണ്ട്. ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഏച്ചിയുടെ വീട്ടിൽ നിന്ന് അന്നേരം പോലായിട്ട്. അപ്പോൾ ഏച്ചിക്ക് നല്ല സങ്കടം. ഏച്ചിയുടെ അനിയത്തിയും കരയുന്നെല്ലാം ഉണ്ടായി പാവം. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തിക്കണം. അപ്പോൾ ഞാൻ വലിയ സമാധാനിപ്പിക്കാനൊന്നും പോയിട്ട് ഞാൻ എൻ്റെ വീഡിയോ എടുക്കട്ടെ കരയുന്നല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഗൈസ്.